ഹലോ നമസ്കാരം. കർക്കിടക മാസം ഇന്ന് തുടങ്ങിയല്ലേ? കർക്കിടകം 1 നല്ല മഴയുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണ്, സ്കൂളില്ലാതെ അല്ലേ? എല്ലാവരും നല്ല ജാഗ്രതയായിട്ടിരിക്കുക. ഈ മഴയുടെ സീസണിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതലും വാതരോഗങ്ങളും പനിയും ജലദോഷവും കുറേ അനവധി രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി എന്ന് കേട്ട് കാണും അല്ലേ? ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ പൊതുവേ മനുഷ്യർക്ക് ദഹനം കുറയും. ഓക്കെ, പിന്നെ ഇമ്മ്യൂണിറ്റിയും കുറയും. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് പവർ കുറയുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ടുള്ള ഭക്ഷണമായിരിക്കും നല്ലത് ഈ ഒരു മാസം കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് പ്രധാനപ്പെട്ട നമുക്ക് കർക്കിടക കഞ്ഞി, അതായത് നമ്മുടെ ഒരു കഷായ കൂട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നവരരിയോ ചെറുപയറോ ഇല്ല മുതിരയോ പിന്നെ അരി ഇല്ലാത്ത വേണ്ടാന്നുള്ളവർ ചാമരി കിട്ടും, ഒരു മില്ലറ്റാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കഷായത്തിന് ഒരു കഞ്ഞി രൂപത്തിലാക്കിയിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട്, ചില കുട്ടികൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര നമുക്ക് കൂട്ടാം. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല എളുപ്പത്തിൽ ദഹിച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഡൈജസ്റ്റീവ് പവറിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ ഡയബറ്റീസ് ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും ആർക്കും വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. നമ്മുടെ സാധാരണ ഭക്ഷണം പോലെ തന്നെ ഒരു മീൽ സ്കിപ്പ് ചെയ്തിട്ട് ഇതിനെ ഒരു ഭക്ഷണമായിട്ട് ആക്കുക. കൂടുതലും രാത്രി ആയിരിക്കും നല്ലത്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരു നല്ല ചൂടോടെ സർവ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. എൻ്റെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണിത്. ഇനിയിപ്പോൾ ഉണ്ടാക്കണം. ഈ ഒരു ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു ഔഷധ കഞ്ഞിക്കൂട്ട് എന്തായാലും എല്ലാവരും കഴിക്കുക. ഇത് ഒരു 7 ദിവസം 14 ദിവസം ഇല്ല 28 ദിവസം കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു നേരം ആഹാരമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അത് നല്ലൊരു രുചിയുള്ളതും നമ്മുടെ ബോഡി ഹെൽത്തിനും നമ്മുടെ ദഹനത്തിനും എല്ലാത്തിനും നല്ലതായിരിക്കും. സോ എന്തായാലും ഇത് ഈ നമ്മുടെ ഔഷധക്കൂട്ട് ആനന്ദ ആയുർവേദ ഔഷധശാലയിൽ ലഭ്യമാണ്. ഈ ഒരു നമ്പറിൽ വിളിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റിലിടാം. ഞാൻ എൻ്റെ അറിവുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരിക്കും. ഓക്കെ, സോ എന്തായാലും കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞിക്കൂട്ട് എന്തായാലും ഈ ഒരു വാങ്ങിച്ച് ചെയ്ത് നിങ്ങളുടെ ഫാമിലീന് എല്ലാവർക്കും കൊടുക്കുക. അതുപോലെ തന്നെ കർക്കിടക ലേഹ്യം കിട്ടും. അത് നമ്മുടെ ഒരു ബോഡി കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ ഇല്ല ഒമേഗ 3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലോ കൂടുതൽ ആൾക്ക് നടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ലേഹ്യം നല്ല ബെറ്റർ ആയിരിക്കും. അതായത് ഈ കർക്കിടക കഞ്ഞിക്ക് നമുക്കൊരു പോഷക സമൃദ്ധമായ ആഹാരം, പ്രോട്ടീനും എല്ലാം വേണമല്ലോ നമുക്കല്ലേ? പ്രോട്ടീനും ഫാറ്റും ഗുഡ് ഫാറ്റ് അങ്ങനെയൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് ഈ ഔഷധ കഞ്ഞിക്കൂട്ടാവട്ടെ ഔഷധ ലേഹ്യം കർക്കിടക ലേഹ്യം ആവട്ടെ തയ്യാറാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഈ ഒരു എന്താ പറയുക അറിവ് എല്ലാവർക്കും ഒന്ന് കൊടുക്കുക. താങ്ക് യു.